നമസ്കാരം. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം റദ്ദാക്കിയത് ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകില്ല. മാർക്ക് ഏകീകരണത്തിന് പഴയ രീതി തുടരും. പഴയ ഫോർമുലയിൽ റാങ്ക് പട്ടിക തയ്യാറാക്കും. റാങ്ക് പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. എതിർപ്പുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി പറഞ്ഞു. പഴയ പ്രോസ്പെക്ടസ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറയാൻ കഴിയില്ല. എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. പഴയ മാനദണ്ഡത്തിൽ നീതികേടുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ബദൽ കണ്ടെത്താൻ ശ്രമിച്ചത്. അത് തെറ്റാണെന്നല്ല, മറിച്ച് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയ സമയം ശരിയല്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ ഏത് സമയത്തും മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ കോടതി വിധി അംഗീകരിക്കുകയാണ്. AICT പ്രവേശനത്തിന് അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 അതിനു മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം വരെ തുടർന്ന പ്രക്രിയ തന്നെ തുടരും. കുട്ടികളുടെ അവസരം നഷ്ടപ്പെടാൻ പാടില്ല. റാങ്ക് പട്ടിക പുതുക്കുമ്പോൾ തർക്കമുള്ളവർക്ക് കോടതിയിൽ പോകാമെന്നും മന്ത്രി പറഞ്ഞു. മാറ്റം സംബന്ധിച്ച് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ആ വക ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് 35 മാർക്ക് കുറയുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പരാതി ഉയർന്നതിനെ തുടർന്നാണ് മാറ്റത്തിന് ശ്രമിച്ചത്. ഈ വർഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിന് കഴിയാതെ വന്നിരിക്കുകയാണ്. അടുത്ത വർഷം പുതിയ ഫോർമുല നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കീം പരീക്ഷാ ഫലം റദ്ദാക്കിയതിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച തള്ളുകയായിരുന്നു. റാങ്ക് പട്ടിക റദ്ദാക്കിയതിൽ ഇടപെടാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അപ്പീൽ തള്ളിയത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. പ്രോസ്പെക്ടസ് പുറത്തിറക്കി. എൻട്രൻസ് പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധപ്പെടുത്തിയ ശേഷം വെയിറ്റേജിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. 2011 മുതലുള്ള മാനദണ്ഡം അനുസരിച്ച് വെയിറ്റേജ് കണക്കാക്കി ഫലം പുനഃപ്രസിദ്ധീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേർ ഇതോടെ പട്ടികയ്ക്ക് പുറത്തു പോകും. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കി പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഈ ഹർജിയാണ് തള്ളിയത്. അപ്പീൽ തള്ളിയതോടെ മാർക്ക് ഏകീകരണത്തിൽ പഴയ രീതിയിലേക്ക് മാറി റാങ്ക് പട്ടികയടക്കം മാറ്റേണ്ട സാഹചര്യമുണ്ടായി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് കീം പരീക്ഷാ ഫലം റദ്ദാക്കിയത്. ജസ്റ്റിസ് DK സിംഗിൻ്റെതായിരുന്നു ഈ ഉത്തരവ്. സർക്കാരിനേറ്റ് തിരിച്ചടിയേക്കാളേറെ ഉത്തരവ് കാരണം വിദ്യാർത്ഥികളാണ് വീട്ടിലായത്. സർക്കാരിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ പുതിയ ഫോർമുലയുമായി മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ അപ്പീൽ തള്ളിയതോടെ എല്ലാം ആദ്യം മുതൽ തുടങ്ങണം. മാർക്ക് ഏകീകരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. CBSE സിലബസിൽ +2 വിജയിച്ച വിദ്യാർത്ഥിനി ഹന ഫാത്തിമയാണ് ഹർജി നൽകിയത്. മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം മൂലം CBSE വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമായെന്ന് ഹർജിയിൽ പറയുന്നു. പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പുതിയ സമവാക്യമെന്നും ചൂണ്ടിക്കാട്ടി ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ പഴയ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് നിർദ്ദേശം. വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്നും ഹൈക്കോടതി വിധിയിൽ നിരീക്ഷിച്ചിരുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്കും +2 ലഭിച്ച മാർക്കുകൾ ഒരുമിച്ച് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് സർക്കാർ അറിയിച്ചു. മുൻ സമവാക്യപ്രകാരം തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് CBSE വിദ്യാർത്ഥികളെക്കാൾ 15 മുതൽ 20 വരെ മാർക്ക് കുറയുന്നതായി പരാതി ഉണ്ടായിരുന്നു. തുടർന്നാണ് മാർക്ക് കുറയാത്ത രീതിയിൽ പുതിയ സമവാക്യം സർക്കാർ കൊണ്ടുവന്നത്. +2 മാർക്കും പ്രവേശന പരീക്ഷാ മാർക്കും ചേർത്ത് 600 മാർക്കിലാണ് പോയിന്റ് നില നിശ്ചയിച്ചത്. പുതിയ വ്യവസ്ഥ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ഇതോടെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൽ എല്ലാ സ്ട്രീമുകളിലെയും വിദ്യാർത്ഥികൾക്ക് തുല്യ അവകാശം നൽകണമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി സ്റ്റേ ആവശ്യം നേരത്തെ തള്ളുകയായിരുന്നു. പക്ഷേ അന്തിമ ഫലം കീ ഫലത്തിന് എതിരാവുകയും ചെയ്തു.